നൗഷാദിന് പറഞ്ഞുകൂടാത്തൊന്നുമില്ല കേട്ടോ. ചിലത് കേട്ടാൽ ചിരി വരും. ഇതൊന്ന് കേട്ടോ കാണി, ഇതൊന്ന് കേട്ടോ നോക്കിട്ടോ. ഒരു വടിയും പിടിച്ചാൽ സൂഫിയായി എന്നാ വിചാരം. ആകെ വടി പിടിക്കുന്നല്ലാതെ വടി കൊണ്ട് സൂഫിയാവും. ഒരു വടിയും പിടിച്ചാൽ സൂഫിയായി എന്നാ വിചാരം. വടി പിടിച്ചാൽ വടി പിടിച്ചു എന്നല്ലാതെ പിന്നെന്താണ് അതിലുണ്ടാകുക എന്നൊക്കെയാണ് പറയണത്. ഇത് പറയണത് ആരെ അറിയാം? ഹക്കീം അസ്സേരിനെ പറയണത്. ഹക്കീം അസ്സേരി എന്ത് ചെയ്യും? ഹക്കീം അസ്സേരിയാണെന്ന് വെച്ചാൽ പോണിയിലൊക്കെ ഒരു പ്രത്യേക ഒരു രൂപമാണ് മൂപ്പര് ചിലപ്പോൾ കുപ്പായം മറ്റേ ഇതിൻ്റെ ചുക്കിച്ചുളിഞ്ഞ കുപ്പായൊക്കെ ഇട്ട് ഒരു പ്രത്യേക ശൈലിയാണ് ആൾ ഹക്കീം അസ്സേരി. അപ്പോൾ ഹക്കീം അസ്സേരി എന്ത് ചെയ്യും? എന്തെങ്കിലും പരിപാടിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു വടി കയ്യിലുണ്ടാവും. ആ വടിയും കയ്യിൽ പിടിച്ചുകാണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവൻ്റെ പുതിയ ഈ ഹക്കീം അസ്സേരി വടിയും പിടിച്ച് പോണത് സൂഫീസത്തിൻ്റെ പട്ടം കെട്ടിയാണ്ടാണ് പോണതെന്നാണ്. നൗഷാദിൻ്റെ പൂതിപ്പോൾ അതാണ്, സൂഫീസത്തിൻ്റെ പട്ടം കെട്ടിയാണ്. അപ്പോൾ സൂഫിയാക്കൊക്കെ എന്താണ് വടിയും പിടിക്കണം എന്നാണ് ഇവൻ്റെ ധാരണ. ആര്? നൗഷാദിൻ്റെ ധാരണയിൽ സൂഫിയാക്കളൊക്കെ ഒരു വടിയും പിടിച്ചിട്ട് ഇങ്ങനെ പോകും. സൂഫിയാക്കന്മാരൊരു വടിയും കയ്യിൽ പിടിച്ചാലാണ് ഓൻ്റെ ലക്ഷ്യം എന്നാണ്. അതാണ് ഓൻ്റെ കാട്ടുകള്ളന് എന്താണ് വടി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ നോക്കിഞ്ഞി ഓൻ്റെ കാട്ടുകള്ളനെ സംബന്ധിച്ച് നമ്മളെന്താ പറയുക? അയാൾ വടി പിടിച്ചതുകൊണ്ട് സൂഫിയായി. അപ്പോൾ സൂഫിയല്ല കള്ളനാണെന്നല്ലേ പറയേണ്ടി വരിക. അതുകൊണ്ടല്ലേ വൈലത്തൂർ തങ്ങൾ കാട്ടുകള്ളെന്ന് പറഞ്ഞേ. നോക്കാണി കണ്ടില്ല നിങ്ങൾ ഇവൻ്റെ ഫോട്ടോ, കാട്ടുകള്ളൻ്റെ ഫോട്ടോ കണ്ടില്ല നിങ്ങൾ? വടി പിടിച്ച് നിൽക്കണത് മാത്രമല്ല ചുവപ്പ് മാലയിട്ട് കണ്ടില്ലേ? അപ്പോൾ ഇവൻ പറഞ്ഞിരുന്നു ത്വാഹ തങ്ങളുടെ ഫേസ്ബുക്കിൽ അൻത അലൽ ഹക്ക് എന്ന് കണ്ടിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചോപ്പായതുകൊണ്ട് ചോപ്പാക്കിയത് എന്തിനാണെന്നറിയില്ല, നിരീശ്വരവാദികളോടൊപ്പം കൂടിയതെന്നറിയില്ല. ഇവനോ അത് ഫേസ്ബുക്കിൽ ബാക്കിൽ ചോപ്പ് എന്നുള്ളൂ, ഫേസ്ബുക്കിൽ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ചോപ്പ് എന്നുള്ളൂ. ഇവൻ തോളിലിട്ട മാലെന്നെ നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട് ഇട്ടുകൊടുത്ത മാലയാണോ നൗഷാദേ? നോക്കിയും ഇവന് നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട് ഇട്ടുകൊടുത്ത മാലയാണോ നൗഷാദേ? പറയൂ മറുപടി. ഇനിയോ ത്വാഹ തങ്ങളെ പറ്റി പറയണമെന്ന് പറയട്ടെ. ത്വാഹ തങ്ങൾ സഖാഫി അൻത അലൽ ഹഖ്. കളർ ചോപ്പാക്കിയത് എന്തിനാ എനിക്കറിയില്ല. നിരീശ്വരവാദത്തിന്റെ ഏതെങ്കിലുമൊക്കെ പിൻഗാമികളാണോ അതും എനിക്കറിയില്ല. കേട്ടില്ലേ നൗഷാദ് പറഞ്ഞത്? നിങ്ങൾ ദകണ്ടങ്ങൾ ഓൻ്റെ കോലം കണ്ടങ്ങൾ ചുവപ്പ് മാലിട്ട് കണ്ട് നിൽക്കണ്, ഓൻ്റെ ബാക്ക്ഗ്രൗണ്ടും ചുവപ്പ്. ഓന ഏത് ഇതിലാണ് നമ്മൾ കൂട്ടുക? ഓൻ്റെ ഷെയ്ഖിൻ്റെ തോളിൽ അയലും വന്ന് വീണ മാതിരിക്ക തലാക്കിൻ്റെ ഒരു ഷാള്, അതും ചുവപ്പ്. ഓന് മാലിട്ട് കൊടുത്തിരിക്കുന്ന ചുവപ്പ്, ഓൻ്റെ ഷെയ്ഖിൻ്റെ തോളിൽ ചുവപ്പ്, പിന്നെ എല്ലാം ചുവപ്പ് തന്നെ. എന്നിട്ട് ഓൻ പറയണത് ത്വാഹ തങ്ങളുടെ ഫേസ്ബുക്കിൽ അൻത അലൽ ഹക്ക് എന്ന് എഴുതിയതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചോപ്പായതിലാണ് അവൻ ചോദ്യം ചെയ്യണത്. നിരീശ്വരത്വത്തിനോട് വല്ല കൂട്ടുണ്ടോ അല്ലെന്നൊന്നും അറിയില്ല, അതൊന്നും അറിയില്ല. അപ്പം ആയതുകൊണ്ട് അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. ഇപ്പം കണ്ടു പോലെ ഷെയ്ഖിൻ്റെ തോളിൽ ചോപ്പ് മാത്രമല്ല, ഇനി നോക്കുകയാണ് ഇതാ അതിലും വലിയ രസം. ഇവൻ നടത്തുന്ന പരിപാടിയുടെ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ചോപ്പ്. അപ്പോൾ ഈ കുരുവട്ടൂരി കാട്ടുകള്ളന്മാർ നിരീശ്വരത്വം സ്വീകരിച്ചിരിക്കുന്നു. അതല്ലേ തെളിവ്? കാരണം ത്വാഹ തങ്ങൾ എന്ത് ചെയ്തു ഒന്ന് പരിഹസിച്ചു നോക്കി. ഇപ്പോൾ പരിഹസിച്ചു നോക്കുമ്പോൾ ഇത് മുഴുവൻ കുരുത്തക്കടും വന്ന് ചാടിയിട്ടുള്ള ഇവനാണ്. അതാണ് ഇവൻ്റെ ഷെയ്ഖിൻ്റെ തോളിൽ ചോപ്പ് മാത്രമല്ല. ഇവരൊരു ഒരു ദിക്ർ നടത്തുന്ന ഒരു മജ്ലിസ് ഉണ്ട്. അതിൻ്റെ പേര് സാനിയത്ത് സൂഫിയെ, അങ്ങനെ എന്തോ ഒരു പേര് കേൾക്കാം. ആ സാനിയത്ത് സൂഫിയയുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും ചോപ്പ്. ഷെയ്ഖാണ് വെച്ചാലോ ഷെയ്ഖിൻ്റെ അടുത്ത് വെച്ചിട്ടൊരു വടിയുണ്ട്. ആ വടി കള്ളത്തര വടി. കാരണം വടി പിടിച്ചതിനെ കൊണ്ട് ഔലിയാവില്ലല്ലോ, കള്ളനാണല്ലോ. ആ കള്ളൻ്റെ അടുത്ത് നിന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു മറ്റേ നിരീശ്വരത്വത്തിൻ്റെ മാലിട്ട് കാണ്ട് എന്ത് ചെയ്യാണ് നൗഷാദ് നിൽക്കണ്, ബാക്ക്ഗ്രൗണ്ട് മൊത്തം ചോപ്പ്. അപ്പം ഇവനാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദി. ഇവൻ ശരിക്കും നിരീശ്വരത്വമാണ്. അത് സ്വീകരിച്ചത് കൊണ്ടാണ്. കാരണം മറ്റേ ആളൊന്ന് തട്ടി നോക്കിയതാണ്, ത്വാഹ തങ്ങളൊന്ന് തട്ടി നോക്കിയാൽ ത്വാഹ തങ്ങൾക്ക് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തിയാടിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനല്ല സംഭവം, ഇവനാണ് നിരീശ്വരത്വം. അതുകൊണ്ടല്ലേ ഇവൻ്റെ അടുത്ത് ഇത്രത്തോനെ കാണുന്നത്. അപ്പോൾ ആയതുകൊണ്ട് നൗഷാദേ, ഇജെന്ത് വെടിവെച്ചാലും
അത് എൻ്റെ നെഞ്ഞത്തേക്ക് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇജ് പച്ച നുണയാണ് പറയുന്നത്. സത്യം നിന്നിലില്ല. 2013 കയ്യലോടുകൂടെ എൻ്റെ സത്യം കഴിഞ്ഞു പോയി. 2013 കയ്യലോടുകൂടെ എൻ്റെ സത്യം കഴിഞ്ഞു പോയിക്കണ്. അതുകൊണ്ടാണത് കേട്ടോ. ഇൻഷാ അല്ലാ. കെ ഉസ്താദിന് സുന്നി പോരാ, അതൊന്നും സുന്നത്ത് ജമാഅത്തിന് കുറവുണ്ട്, കോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളാണ് 110 ഡിഗ്രി സുന്നി എന്നും പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? മശായിഖന്മാരെയും തള്ളിയിട്ട് ഇറങ്ങി ഒടുക്കടത്തി. കെ ഉസ്താദിന് സുന്നി പോരാ എന്നും മശായിഖന്മാരെ തള്ളിക്കൊണ്ട് ഇറങ്ങിയെന്നും ഇറങ്ങിയിട്ട് എവിടെ എത്തി എന്നും എന്നൊക്കെ പറയുന്നത് ആരാണ്? ഈ കാട്ടുകള്ളൻ തന്നെയാണ്. നൗഷാദിൻ്റെ ഷെയ്ഖായ ഈ കാട്ടുകള്ളൻ തന്നെ പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് അത്. എന്നാൽ ഇറങ്ങിയ സമയത്ത് അന്ന് ചങ്ങായി കർണാടകയിലെ ഏതോ ഒരു കാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ അവിടുന്ന് നാട്ടിലേക്ക് വന്നുകാണ്ട് വെട്ടിത്തെളിച്ച് നാട്ടിലേക്ക് വന്നുകാണ്ട് ഇവിടെ നിന്നുകാണ്ട് നടന്നപ്പോൾ പ്രസംഗിച്ചിരുന്നൊരു പ്രസംഗമുണ്ട്. അതൊന്ന് കേട്ടോ കാണി. മഹാനായ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നിങ്ങൾക്കൊക്കെ അറിയാം. സമസ്തയിൽ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുത്ബുല്ലാഹു പറഞ്ഞത് അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. ഇപ്പോൾ ഔലിയാക്കന്മാരെ കള്ളനാക്കിയത് ആരാണ്? ഈ പ്രസംഗം ഒന്ന് കേട്ട് നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിക്കും. ഇപ്പോൾ അള്ളാൻ്റെ ഔലിയാക്കന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയ ആണ്, ഖുതുബുൽ ആലമാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന, നമ്മൾ വിശ്വസിക്കുന്ന മടവൂർ CM വലിയുള്ളാനെ കള്ളനാക്കിയത് ആരാ? ഈ കാട്ടുകള്ളനല്ലേ? ഈ ഹാഫിളല്ലേ കള്ളനാക്കിയത്? നൗഷാദിൻ്റെ ഷെയ്ഖല്ലേ കള്ളനാക്കിയത്? വേറെ ആരെങ്കിലും കള്ളനാക്കിയോ? ആരും ആക്കിയിട്ടില്ല. ഇയാളാ കള്ളനാക്കിയത്. കാരണം മടവൂരിൻ്റെ അടുത്തേക്ക് സമസ്തയിൽ പ്രയാസമുണ്ടായപ്പോൾ താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഉള്ളാളും തങ്ങൾ ചെന്നത് മടവൂർ CM വലിയുള്ളാൻ്റെ അടുത്തേക്കാണ്, ഖുതുബുൽ ആലമിൻ്റെ അടുത്തേക്കാണ്. ഇപ്പം തന്നെ പറയുന്നത് കേട്ടല്ലേ നമ്മൾ? ഖുതുബുൽ ആലമിൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെ ഖുതുബുൽ ആലം പറഞ്ഞു അൻത അലൽ ഹഖ്, നിങ്ങൾ ഹക്കിൻ്റെ മേലിലാണ്, അതിൽ തന്നെ അടിയുറച്ച് നിന്നോളണം എന്ന് മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ഉള്ളാളത്തെ പാപ്പാനോട് പറഞ്ഞു എന്ന് പരസ്യമായിട്ട് പറയുന്ന ആരാണ്? ഈ കാട്ടുകള്ളം പറയുന്നത് നമ്മൾ കേട്ടല്ലോ. എന്നിട്ട് ഇയാൾ പറയുന്നതോ ശംസുൽ ഉലമക്ക് സുന്നി പോരാ എന്നും ശംസുൽ ഉലമക്ക് ഇത് പോരാ എന്നും പറഞ്ഞ് തള്ളി ഇറങ്ങി പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതിൽ പറയുന്ന എന്താണ്? ഇതിൽ മടവൂർ CM വലിയുള്ളാനല്ലേ കള്ളനാക്കുന്നത്? മടവൂർ CM വലിയുള്ളാനല്ലേ കള്ളനാക്കുന്നത്? മടവൂർ CM വലിയുള്ളാനെ നിങ്ങൾ കള്ളനാക്കും, അത് ഉറപ്പാ. ഇപ്പം നിങ്ങൾ ഖുതുബുൽ ആലമെന്നും നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും മടവൂർ CM വലിയുള്ള കള്ളനാണ് എന്ന് നൗഷാദിൻ്റെ തൊള്ളേറ്റ് നൗഷാദ് പറയും. അത് കുഞ്ഞേമോൻ പറയും, സമതും പറയും. അങ്ങനെയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ പറയും, അത് പറയും എന്നുള്ളതിന് തെളിവ് ഞങ്ങളെടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇജ്ജെന്താ പറഞ്ഞത്? നൗഷാദ് എന്താ പറഞ്ഞതിന് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ അടുത്ത് പുറത്ത് കയറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പുറത്ത് കയറിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കാന്തപുരം ഉസ്താദിനെ, സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദിനെ ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഒന്നും പറയുകയില്ല. അങ്ങനെ വേദനിപ്പിക്കുന്നൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ അന്ന് എനിക്ക് സുഖമില്ല, എനിക്ക് മാനസികമാണ് നിങ്ങൾ കരുതിക്കോളി എന്നാണ്. ഇപ്പം എനിക്ക് പിരാന്തനായില്ലേ? അപ്പം എനിക്ക് പിരാന്തായതുകൊണ്ടാണല്ലോ ഇപ്പോൾ പറയണത്. ഈ നിജ് കണ്ട ഈ പിരാന്തിൽ ജന്തിയും മടവൂർ CM വലിയുള്ളാനെയും പറയും, ഉറപ്പാ പറയും. അതെനിക്ക് പറഞ്ഞാൽ പൊറുക്കൂല, അതങ്ങനെയാണ് എൻ്റെ കഥ. അപ്പോൾ ഇൻഷാ അല്ലാ കാര്യങ്ങൾ കുറച്ച് ഗൗരവത്തിലാണ് നൗഷാദെ. ഗൗരവത്തിൽ നോക്കിക്കോ, നല്ലോണം ശ്രദ്ധിച്ചാൽ ആഖിബത്ത് നമുക്ക് പേടിച്ചണ്ട. അതല്ലെങ്കിൽ ആഖിബത്ത് കുറച്ച് പേടിക്കേണ്ടി വരും, അവസാനം നമ്മൾ കുറച്ച് പേടിക്കേണ്ടി വരും. കാരണം എൻ്റെ വാദം വിജയിക്കാൻ വേണ്ടിക്കൊണ്ട് കിതാബിനെ വളച്ചൊടിക്കുന്നു, ഔലിയാക്കന്മാരെ വളച്ചൊടുക്കുന്നു, പണ്ഡിതന്മാരെ ചവിട്ടിത്തേക്കുന്നു. ഇതൊന്നും ഒരു മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഒരു മനുഷ്യനിക്ക് പോലും പാടില്ലാത്തതാണ്. മാത്രമല്ല തലയിൽ കെട്ടിയിട്ടാ ചെയ്യണേ. ഇനി ചെറു വഹാബിയാകാൻ എന്തുള്ളു വാക്കിയാറി ചെയ്യും. അണ്ട കെട്ടയച്ച് വെച്ചാൽ മാത്രം കഴിഞ്ഞാൽ ഒക്കെ ഉഷാറായി. കെട്ടയച്ച് വെച്ചാൽ ഉഷാറായി. കാരണം മറ്റൊരൊപ്പമുള്ളപ്പോൾ കൂട്ടുള്ളത്, വഹാബീൻ്റെ ഒപ്പമുള്ള കൂട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ അതും കൂടി പൂർത്തിയായാൽ വളരെ വൃത്തിയായിട്ടാണ്.